പ്രജ്വൽ രേവണ്ണ ഇന്നു തിരിച്ചെത്താൻ സാധ്യത. മ്യൂണിക്കിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള ടിക്കറ്റ് വിവരങ്ങൾ പുറത്ത്. ബ്ലൂ കോളർ നോട്ടീസ് നിലനിൽക്കുന്നതിനാൽ വന്നാൽ പ്രജ്വലിനെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയും. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, ഈ പ്രത്യേക അന്വേഷണ സംഘം ദുബായിലൊക്കെ പോയി കാത്തിരുന്ന് നിരാശരായി തിരികെ വന്നിട്ടുണ്ട് പ്രജ്വൽ രേവണ്ണയെ കസ്റ്റഡിയിൽ എടുക്കാൻ. എന്തായാലും ഏറ്റവും അവസാനം രാജ്യത്തെ ഞെട്ടിച്ച സെക്സ് കേസിലെ പ്രതി പോലീസിന്റെ വലയിലേക്ക് എന്നാണോ? തീർച്ചയായും ബാഹ്യ സമ്മർദ്ദങ്ങൾ കർണാടകയിലെ പ്രത്യേക അന്വേഷണ സംഘം, കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ശക്തമാക്കിയിരുന്നു. ഇതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തോടുകൂടി അവസാനിക്കുകയും ചെയ്തു. HD രേവണ്ണയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു കേസിൽ ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് പ്രജ്വൽ രേവണ്ണ തിരിച്ചെത്തും എന്നുള്ള ഒരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. മ്യൂണിക്കിൽ നിന്ന് 12:05 വിമാനത്തിൽ അദ്ദേഹം ബംഗളൂരുവിലേക്ക് തിരിക്കും. ലുഫ്താൻസ എയറിന്റെ വിമാനമാണ്. രാത്രി 12:00 കൂടി എത്തുന്ന വിമാനമാണ്. ഇതിൽ അദ്ദേഹത്തിന്റെ ടിക്കറ്റ് വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത ടിക്കറ്റ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ടിക്കറ്റ് പ്രജ്വൽ ക്യാൻസൽ ചെയ്തിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. ഏതായാലും പ്രജ്വൽ ഇന്ന് തന്നെ എത്തും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് JDS കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തിയാൽ ഉടൻ തന്നെ അറസ്റ്റിലാകും, കസ്റ്റഡിയിലേക്ക് പോകും. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് അദ്ദേഹത്തെ എത്തിക്കും എന്നുള്ള വിവരം തന്നെയാണ് കർണാടക പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഏതായാലും രാജ്യത്തെ ഞെട്ടിച്ച, സൂചിപ്പിച്ചുകൊണ്ട് രാജ്യം ഞെട്ടിച്ച വലിയ സ്കാൻഡലിന്റെ പ്രതിയാണ് ഇപ്പോൾ പോലീസിന്റെ വരയിലേക്ക്, അന്വേഷണത്തിന്, നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത്. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.